ഓർമ്മേ, ആകാശ് വിളിച്ചു. എന്തോ? അവൾ ഓടിയെത്തി. അവൻ തൻ്റെ കാലെടുത്ത് ടീപ്പോയിൽ വെച്ചിട്ട് പറഞ്ഞു, തടവ്. അവൾ മടിച്ചു. പറഞ്ഞതനുസരിക്കണം. ഭർത്താവിൻ്റെ കാല് പിടിക്കുന്നത് അത്ര കുറച്ചിലാണെന്ന് കരുതേണ്ട. അനുസരിക്കാതെ നിവൃത്തിയില്ലായിരുന്നു ഓർമ്മയ്ക്ക്. കാരണം കുമാരൻ തമ്പിയെ തല്ലിച്ച കഥ പുറത്തായാൽ സംഗതി കുഴയും. എന്തോ പിറുപിറുത്തുകൊണ്ട് അവൾ അവൻ്റെ കാൽ തടവാൻ തുടങ്ങി. ആകാശ് മനസ്സിൽ ചിരിച്ചു. എടി പെണ്ണേ, എൻ്റെ മുന്നിൽ നീ ഒരുപാട് ചെത്തിയതല്ലേ, അനുഭവിക്ക്. പക്ഷെ പറഞ്ഞതിങ്ങനെയാണ്. എൻ്റെ ഭാര്യയാകുവാൻ കൊതിയല്ലായിരുന്നോ നിനക്ക്? അവൾ മിണ്ടിയില്ല. അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു. ഇനി അവന്മാർ ഫോൺ ചെയ്യുകയാണെങ്കിൽ ഉടനെ വിവരം തരണം. അവൾ തലയനക്കി. അടുത്ത 3-4 ദിവസങ്ങളിൽ ഓർമ്മയും ആകാശും അവരുടെ അടുത്ത ബന്ധുവീടുകളിൽ പോയി. ഈ സമയത്തൊക്കെ കുമാരൻ തമ്പിയുടെ സൂക്ഷ്മ നേത്രങ്ങൾ അവരെ നിരീക്ഷിക്കുകയായിരുന്നു എന്ന് ആരും അറിഞ്ഞില്ല. താൻ ഓർമ്മയുടെ പപ്പയല്ല എന്ന വസ്തുത ആകാശ് അറിഞ്ഞിട്ടുണ്ടാവും എന്നതായിരുന്നു തമ്പിയുടെ ഏറ്റവും വലിയ സംശയം. അങ്ങനെ വന്നാൽ തൻ്റെ മുന്നിൽ ശത്രുക്കൾ എണീറ്റ് നിൽക്കാൻ പാടില്ല എന്നത് തമ്പിക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ആകാശും ഓർമ്മയും മടങ്ങിപ്പോകാൻ തീരുമാനിച്ച അന്ന് രാവിലെ ശങ്കറിൻ്റെ ഫോൺ ഓർമ്മയെ തേടിയെത്തി. എന്ത് തീരുമാനിച്ചു? അവൾ ചോദിച്ചു. തൽക്കാലം 2 ലക്ഷത്തിന് ഞങ്ങൾ സമ്മതിക്കാം. പക്ഷേ കുറച്ച് പണം കൂടി തരേണ്ടി വരും. എന്ന് വച്ചാൽ ഇടയ്ക്കിടെ നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമെന്ന് അല്ലേ? അങ്ങനെ ചോദിച്ചാൽ? ഓർമ്മ ആകാശിനെ നോക്കി. അവൻ പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവളോട് സംസാരിച്ചു കൊള്ളാൻ അവൻ ആംഗ്യം കാട്ടി. എന്തായാലും നിങ്ങളെനിക്ക് എന്നും ഒരു ഭീഷണിയായി തുടരും. അത് ഞാനിപ്പോൾ 5 ലക്ഷം തന്നാൽ തന്നെയും. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയാലോ? അതിന് മറുപടിയില്ല. എങ്കിൽ ഞാനൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. നല്ലതായാലും ചീത്തയായാലും അത് തന്നെ. പറയൂ. നിങ്ങൾക്ക് ഒറ്റ പൈസയും തരുന്നില്ല. എന്താ, കേട്ടുകൂടാന്നുണ്ടോ? ശരിക്ക് ചിന്തിച്ചിട്ടാണോ ഓർമ്മ പറയുന്നത്? അതെ, ഇതിൻ്റെ ഫലം ഭയങ്കരമായിരിക്കും. ഒരു ആനയുടെ അത്രയും വരുമോ? നീ പരിഹസിക്കുകയാണോ? എങ്ങനെ വേണമെങ്കിലും കരുതാം. അവസാനത്തെ വാക്കാണോ? അതെ. പിന്നീട് ദുഃഖിക്കരുത്. ദുഃഖം വരുമ്പോൾ അറിയിക്കാം. ഇന്ന് തന്നെ ഞങ്ങൾ മിസ്റ്റർ കുമാരൻ തമ്പിയെ വിവരം ധരിപ്പിക്കും. അവിടെ നിന്ന് കിട്ടുന്നത് വാങ്ങിക്കോ. ശരി. ഫോൺ കട്ടായി. വെരി ഗുഡ്, ആകാശ് പറഞ്ഞു. എനിക്കാകെ ഭയമാകുന്നു. വേണം പെണ്ണുങ്ങൾക്ക് ഭയം. അത്യാവശ്യമായും ഉണ്ടാവണം. അവനെ കടുപ്പിച്ചൊന്ന് നോക്കിയിട്ട് അവൾ അകത്തേക്ക് പോയി. തറ ചവിട്ടി ഇളക്കി കളയല്ലേ. അളിയോ? ഒരു വിളി. ആകാശ് തല തിരിച്ചു നോക്കി. വാതിൽക്കൽ ജഗദീഷ്. കയറി വാടാ. അച്ചി വീട്ടിൽ തന്നെ സ്ഥിരതാമസമാക്കാമെന്ന് വെച്ചോ? അതെ. മനുഷ്യനായാൽ നാണം വേണമെടാ. ഞാൻ അതങ്ങോട്ട് പറയാൻ ഭാവിക്കുകയായിരുന്നു. എന്തിനാ ഇപ്പോൾ വലിഞ്ഞു കയറി വന്നത്? നീ വിഷമിക്കണ്ട. വടിച്ചു നക്കാനൊന്നുമല്ല. കാര്യങ്ങൾ എന്തുവരെ ആയി എന്നറിയാനാ. ഞങ്ങളുടെ കാര്യത്തിൽ നിനക്കെന്താ ഇത്ര ഉൾക്കണ്ട? അന്ന് ഓടിപ്പിടിച്ച് എൻ്റെ അടുത്ത് വന്നപ്പോൾ നിൻ്റെ പറയാൻ കൊള്ളാത്തിടത്ത് മുട്ട വച്ചാൽ വേഗമായിരുന്നല്ലോടാ. ഞാനൊരു തമാശ പറഞ്ഞതിന് അളിയൻ എന്തിനാ ചൂടാവുന്നത്? ഇപ്പോൾ ചൂടുള്ള സമയമാണെന്ന് നിനക്കറിയില്ലേ? ഓർമ്മേ? അവൾ വാതിൽക്കൽ തല കാണിച്ചു. സംസാരിച്ചത് ജഗദീഷാണ്. എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വയ്ക്കാൻ പറയാനാ ഇവൻ വിളിച്ചത്. ചെല്ല്. എന്തോ പിറുപിറുത്തുകൊണ്ട് അവൾ തല പിൻവലിച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട് അളിയ കക്ഷി? പഞ്ചപാവം. മൂക്കുകൊണ്ട് ക്ഷ എഴുതാൻ പറഞ്ഞാൽ അവൾ എഴുതും. അതെങ്ങനെ സാധിച്ചു? പറയാം. കാപ്പിയായി, ഓർമ്മ അറിയിച്ചു. വാളിയ. ജഗദീഷാണ് ആദ്യം എണീറ്റത്. തീന്മേശയിലെ വിഭവങ്ങളൊക്കെ അവന് ഇഷ്ടപ്പെട്ടതായിരുന്നു. അന്നൊരിക്കൽ രാത്രിയിൽ മദ്യപിച്ചിട്ട് ഇവിടെ വന്ന് ബഹളമുണ്ടാക്കിയത് ഇയാളല്ലേ? നളിനാക്ഷി ചോദിച്ചതും അവൻ വായിലേക്ക് എടുത്തു വെച്ച അപ്പക്കഷ്ണം തിരികെ പാത്രത്തിലേക്ക് വീണു. ഞാൻ ആദ്യമായാണ് ഇവിടെ വരുന്നത്. അന്ന് വന്നതും ഇയാളെപ്പോലെ ഒരാളായിരുന്നു. അത് സംഭവിക്കാം. ഒരാളെപ്പോലെ 7 പേർ ലോകത്തിൽ കാണും. ഗൾഫ് യുദ്ധ സമയത്ത് സദ്ദാം ഹുസൈനെ പോലെ 10 പേരാ ഉണ്ടായിരുന്നത്. നളിനാക്ഷി അത് വിശ്വസിച്ചു. തിരികെ തങ്ങളുടെ ബെഡ്റൂമിലെത്തിയപ്പോൾ ആകാശ് ജഗദീഷിന് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. കേട്ട് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു, ഇത് ഞാൻ അന്നേ ചിന്തിച്ചതാ. ആ തമ്പിയെ കണ്ടാൽ ഒരു കള്ള ലക്ഷണമുണ്ടെന്ന്. എന്തിയേ അയാൾ? ഇന്ന് 4 വാക്ക് സംസാരിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. വേണ്ട വേണ്ട, നീ ആകെ ചളമാക്കരുത്. തൽക്കാലം ഈ വിവരമൊന്നും അറിഞ്ഞ ഭാവം കാണിക്കുന്നില്ല. ഇല്ലെങ്കിൽ വേണ്ട. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് അവിടേക്ക് പുറപ്പെടാനിരിക്കുകയാണ്. സന്തോഷം. എന്നാൽ നീ പോയിക്കോ. അത് ഞാൻ തീരുമാനിക്കാം. എന്നാൽ നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ. അതാ അതിൻ്റെ ശരി. ഈ സമയത്ത് ഒരു ടാക്സിക്കാർ കുമാരൻ തമ്പിയെ തേടി എസ്റ്റേറ്റിലേക്ക് പായുകയായിരുന്നു. കാറിനുള്ളിൽ ശങ്കറും മറ്റൊരാളും. ആകാശിനെ തല്ലാൻ 2 തവണയും ഉണ്ടായിരുന്നു അവനും.
എന്നാലും അവൾക്ക് ഇത്ര വേഗം മനമാറ്റം ഉണ്ടായതെങ്ങനെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്നലെ സ്റ്റുഡിയോയിൽ വന്നപ്പോഴും അവൾ നമ്മൾ പറയുന്നത് അനുസരിക്കാൻ തയ്യാറായിരുന്നു. ശങ്കർ ചിന്താധീനനായി. കൂട്ടുകാരൻ വില്യംസ് അവനെ തുറച്ചു നോക്കി. ടാക്സി ഒരു വലിയ ഗേറ്റിലെത്തി. ഓർമ്മ റബ്ബർ എസ്റ്റേറ്റ്. വാച്ചർ ഗേറ്റ് തുറന്നു. കാർ അകത്ത് കടന്നു. കൂറ്റൻ റബ്ബർ മരങ്ങൾക്കിടയിലൂടെയുള്ള റോഡിലൂടെ 5 കിലോമീറ്ററോളം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ 4-5 കെട്ടിടങ്ങൾ കാണപ്പെട്ടു. അതിനപ്പുറത്ത് നിരനിരയായി തൊഴിലാളികളുടെ ലായങ്ങൾ. ഒരു കെട്ടിടത്തിൻ്റെ ടെറസിലിരിക്കുകയായിരുന്നു കുമാരൻ തമ്പി. അയാളുടെ മുന്നിൽ ടീപ്പോയിൽ മദ്യക്കുപ്പിയും ഗ്ലാസും സോഡകളും. ഏതാണ്ട് നല്ല മൂഡിലായി കഴിഞ്ഞിരുന്നു മുതലാളി. അയാൾ തൻ്റെ വിശ്വസ്തരായ ഗുണ്ടകൾക്ക് തന്ത്രപൂർവമായ ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയായിരുന്നു അപ്പോൾ. സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആകാശ് തനിക്കെതിരെ തിരിഞ്ഞേക്കും. അങ്ങനെ വന്നാൽ നിമിഷം നേരം കൊണ്ട് അവനെ ഒതുക്കണം. താഴെ കാറ് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ തമ്പി പറഞ്ഞു, നോക്കടാ അത് ആരാണെന്ന്. ഒരു ഗുണ്ട നോക്കി. ശങ്കറും വില്യംസും കാറിൽ നിന്നിറങ്ങി. താഴെ ആരോടോ തമ്പിയെക്കുറിച്ച് തിരക്കുന്നതും അവർ കെട്ടിടത്തിന് നേരെ കൈ ചൂണ്ടുന്നതും കണ്ടു. ചില മിനിറ്റുകൾക്കുള്ളിൽ ഒരാൾ മുകളിൽ വന്നു പറഞ്ഞു, മുതലാളിയെ കാണാൻ 2 പേർ വന്നിരിക്കുന്നു. ആരാ? വല്ല മുതലാളിമാരോ ഉദ്യോഗസ്ഥന്മാരോ വല്ലതുമാണോ? അല്ലെന്ന് തോന്നുന്നു. എങ്കിൽ ഇവിടേക്ക് വരാൻ പറ. കുമാരൻ തമ്പി ഒരു പെഗ് കൂടി ക്ലാസ്സിൽ പകർന്നു. വില്യംസും ശങ്കറും ടെറസിലെത്തി. അവിടെ നിൽക്കുന്ന ഗുണ്ടകളെയും മുതലാളിയെയും ഒന്ന് നോക്കി. ആരാ? മനസ്സിലായില്ലല്ലോ. കുമാരൻ തമ്പി നിവർന്നിരുന്നു. വില്യംസും ശങ്കറും മുഖാമുഖം നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ മുതലാളിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അത് പറയാതെ തന്നെ അറിയാം. മുതലാളിക്ക് ഞങ്ങളെ പരിചയം കാണില്ല. പരിചയപ്പെടുത്തേണ്ടത് നിങ്ങളല്ലേ? ഞങ്ങൾ അതല്ല ഉദ്ദേശിച്ചത്. പരിചയപ്പെടുത്തുമ്പോൾ മുതലാളി ഞങ്ങളോട് കോപിക്കരുതെന്നാണ് പറഞ്ഞത്. പറയൂ. മുതലാളിയെ 2 തവണ പതിയിരുന്ന് തല്ലിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടായിരുന്നു. കുമാരൻ തമ്പി ഗുണ്ടകളെ നോക്കി അലറി. അടിച്ചു പൊടിക്കടാ ഇവന്മാരെ. ആജ്ഞ കിട്ടിയതേ ഗുണ്ടകൾ അവരെ വളഞ്ഞ് അടി തുടങ്ങി. 8 പേരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇത്രയും കാലം ഞാൻ നിന്നെയൊക്കെ തേടുകയായിരുന്നടാ, കുമാരൻ തമ്പി അട്ടഹസിച്ചു. ഇപ്പോൾ എൻ്റെ മുന്നിൽ വന്നു നിന്ന് എന്നെ തല്ലിയത് നിങ്ങളാണെന്ന് വീമ്പിളക്കാൻ പോലും ധൈര്യപ്പെട്ടു അല്ലേ? അവരെ തറയിൽ നിർത്താതെ ഗുണ്ടകൾ പന്ത് തട്ടി. മുതലാളി ഞങ്ങളെ കൊല്ലരുത്. ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്. മിണ്ടരുത്. മുഖമടച്ച് അടിയേറ്റ ശങ്കറുടെ 2 പല്ലുകൾ തെറിച്ചുപോയി. വില്യംസിനെ തറയിലിട്ട് ചവിട്ടുകയായിരുന്നു മറ്റുള്ളവർ.